മകന്റെ പിറന്നാൾ ഫംഗ്ഷന് ഭർത്താവിന്റെ സുഹൃത്തുക്കളെ ക്ഷണിക്കാനാകില്ലെന്ന് പറഞ്ഞതിൽ ഞാൻ തെറ്റുകാരിയോ? എല്ലാ വർഷവും മകന്റെ പിറന്നാളിന് എന്റെ ഭർത്താവ് തന്റെ സുഹൃത്തുക്കളെ വീട്ടിലേക്ക് ക്ഷണിക്കാറുണ്ട്. എന്നാൽ എല്ലാ തവണയും ഒരുക്കങ്ങളുടെ 90% ഭാരവും എന്റെ മേലായിരിക്കും. ഫംഗ്ഷന് ഒരാഴ്ച മുൻപ് തന്നെ വീട് വൃത്തിയാക്കൽ, പാചകത്തിനുള്ള ഒരുക്കങ്ങൾ, അലങ്കാരം എന്നിവയെല്ലാം ഞാനും അമ്മായിയമ്മയും ചേർന്ന് തുടങ്ങണം. എന്നാൽ കുട്ടിക്ക് വേണ്ടിയുള്ള സമയം വെറും 30 മിനിറ്റ് മാത്രമാണ്. കേക്ക് മുറിക്കുകയും കുറച്ച് ഫോട്ടോ എടുക്കുകയും ചെയ്യുമ്പോഴേക്കും പാർട്ടി ഭർത്താവിന്റെയും സുഹൃത്തുക്കളുടെയും മദ്യപാന പരിപാടിയായി മാറുന്നു. ഇതിനിടയിൽ ഞാനും അമ്മായിയമ്മയും അടുക്കളയിൽ തന്നെ അകപ്പെട്ടു പോകുന്നു. ഭക്ഷണം വിളമ്പിയും പാനീയങ്ങൾ വിതരണം ചെയ്തും വൃത്തിയാക്കിയും വിശ്രമമില്ലാതെ ഞങ്ങൾ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ഉല്ലസിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. മകന്റെ കൂടെ കുറച്ചുനേരം ഇരിക്കാൻ പോലും എനിക്ക് സമയം കിട്ടുന്നില്ല. അവസാനം ആഘോഷങ്ങൾ കഴിയുമ്പോൾ അവർക്ക് ഒരു നന്ദിയുമില്ല. കഴിഞ്ഞ വർഷം ഒരു സുഹൃത്ത് ഞാൻ തയ്യാറാക്കിയ വിഭവത്തെപ്പറ്റി പറഞ്ഞു, ഇതിങ്ങനെയല്ല ഉണ്ടാക്കേണ്ടത്. ഞാനും ഭാര്യയും നോർത്ത് ഇന്ത്യൻ ട്രിപ്പിന് ഇതിന്റെ ശരിയായ വേർഷൻ വേണ്ടുവോളം ആസ്വദിച്ചതാണ്. ഞാൻ ഒരുപാട് സമയം അതിനുവേണ്ടി ചിലവഴിച്ചതാണ്. അന്നാണ് മനസ്സിലായത് എനിക്ക് അവിടെ ഒരു വിലയുമില്ല. ഒരു അമ്മ എന്ന നിലയ്ക്ക് എന്റെ മകന്റെ പിറന്നാൾ ആഘോഷിക്കേണ്ട ദിവസം എനിക്ക് ആഘോഷിക്കാനോ അവനോടൊപ്പം സമയം ചെലവഴിക്കാനോ പോലും കഴിയുന്നില്ല. ഞാൻ അടുക്കളയിൽ ഒരു വേലക്കാരിയെപ്പോലെ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇത്തവണ ഞാൻ ഭർത്താവിനോട് തീർത്ത് പറഞ്ഞു, ഈ വർഷം ഞാൻ ഇതൊന്നും ചെയ്യില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മുഴുവൻ ജോലിയും ചെയ്യുക. ഞാനൊരുത്തി എന്റെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുത്തി മറ്റുള്ളവരുടെ ആഘോഷം നടത്തേണ്ടതില്ല. എന്റെ മകനുമായി സന്തോഷത്തോടെ കുറച്ച് സമയം ചിലവഴിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ചെറിയ ഔട്ടിംഗ്, അല്ലെങ്കിൽ വീട്ടിൽ ഒരുമിച്ച് സന്തോഷത്തോടെയുള്ള ഒരു ദിവസം. അത് മതി എനിക്ക്. ഇപ്പോൾ ഭർത്താവ് നിരാശയിലാണ്. ഞാനവരുടെ പതിവ് കീഴ്വഴക്കത്തിന് എതിരെ നിൽക്കുകയാണെന്നും അദ്ദേഹത്തിന് സുഹൃത്തുക്കൾ കുടുംബം പോലെയാണ് എന്നും ഞാൻ ആവശ്യമില്ലാതെ നാടകം കളിക്കുകയാണെന്നും എന്നൊക്കെയാണ് ഭർത്താവിന്റെ പക്ഷം. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. സ്ത്രീകൾ അടുക്കളയിൽ കുടുങ്ങി കഷ്ടപ്പെടുമ്പോൾ പുരുഷന്മാർ മാത്രം ആഘോഷിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്റെ നിലപാട് തെറ്റായോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് ചെയ്യുമല്ലോ.